Hi, Eti. See, so you know that we successfully completed our third chapter, and I conducted a class test also, and I felt very happy to see your performance because most of the students have scored better mark, and I felt happy because of the reason most of the students scored much good mark. Superb, superb, congrats. പിന്നെ എനിക്ക് തോന്നിയത് കുറച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികൾ അത് വളരെ സിൻസിയറായിട്ട് അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ്. ഹാർട്സ് ഓഫ്, വെരി ഗുഡ്. മാർക്ക് കുറഞ്ഞ കുട്ടികൾ അവർ അതേ മാർക്ക് അവർ അപ്ലോഡ് ചെയ്തു. അവരെയാണ് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത്. കാരണം ആ സിൻസിയറിറ്റി ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു. ഓക്കെ, ഐ എം വെരി പ്ലീസ്ഡ്, ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു സേ ദാറ്റ് വി ഹാവ് ടു ഗോ ഫോർ ലിറ്റിൽ ബിറ്റ് ഇംപ്രൂവ്മെൻറ്റ്, ഇസ്ൻ്റ് ഇറ്റ്? We have to improve our mark, isn't it? I am with you, I will help you, but സിൻസിയർ ആണെങ്കിൽ നമുക്ക് മാർക്കൊക്കെ കിട്ടും. നിങ്ങളുടെ സിൻസിയറിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൽ കുറച്ച് കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്തില്ല. എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട് പേര്, പക്ഷേ ഞാൻ പറയുന്നില്ല, ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരോട് ഞാനൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതവർക്ക് കിട്ടുന്ന ചെറിയൊരു അംഗീകാരമായി പോകും. വേണ്ട, എൻ്റെ കൂടെ വരാത്തവരെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവരില്ല. നിങ്ങൾ എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളെ നിർബന്ധിച്ചാൽ കൊണ്ടുപോകില്ല, നിങ്ങൾ വരണ്ട. ഓക്കെ, എൻ്റെ കൂടെ വരാൻ താല്പര്യമുള്ളവർ വരിക. എൻ്റെ കൂടെ വരാത്തവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, സോ അത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. പക്ഷേ ഐ ഹാവ് മാർക്ക്ഡ് യുവർ നെയിംസ്. ഓക്കെ, നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് നേരിൽ കാണാൻ കിട്ടുന്നൊരു അവസരം വരുമെങ്കിൽ എൻ്റെ മുമ്പിൽ നിങ്ങൾ നിശബ്ദരായി തല കുനിച്ച് നിൽക്കേണ്ടി വരും. കുട്ടികളെ, എക്സാം എഴുതാത്ത കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മുമ്പിൽ നിശബ്ദരായി തല കുനിച്ച് നിങ്ങൾ നിൽക്കേണ്ടി വരും. നോക്കാം നമുക്ക്. ഓക്കെ, ഞാൻ ചോദിക്കും. കാരണം നിങ്ങൾ എങ്ങനെയാണ് ടീച്ചേഴ്സിന് അളന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ അളവ് തെറ്റിപ്പോയി. എന്നാൽ ഓക്കെ, നമുക്ക് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എപ്പോഴും ജീവിതകാലം മൊത്തം ഈ കൊറോണ ഉണ്ടാവില്ലല്ലോ. ഒരു ദിവസം നമ്മൾ സ്കൂളിൽ വരുമല്ലോ. സോ ലെറ്റ് us see what is going to happen at that time. Let me repeat, I have marked those names in my diary, so I will keep it safe for longer time. So let us see what is going to happen and all. Okay, so without wasting much time, with a silent prayer, I'm going to start the very next chapter, fourth chapter, practical geometry. Just take a silent prayer, close your eyes, just take a silent prayer. And practical geometry, this chapter is very, very, very simple chapter and very simple to learn. Okay, ഇതൊരു കഥ വായിക്കുന്ന പോലെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ആൻഡ് ഐ തിങ്ക് വിതിൻ 2 or 3 classes we can, that means by the next week we can easily, by the first beginning days of the next week, we can easily complete this chapter, and we will start the very next chapter, 5th chapter. So this chapter is very simple. That is the specialty of this chapter. So I'm not going to use much time on this chapter because this is very simple. And I will filter questions from each exercise. I will not solve all the exercise. I will not solve all the questions from exercises. I will filter the important and difficult questions. And without wasting much time, shall we get inside the chapter practical geometry? Yes. And you know what this chapter is discussing about? This chapter is discussing about how to draw some quadrilaterals. We already discussed what is quadrilaterals. Quadrilateral is a polygon with 4 sides, and this chapter is discussing about how to draw a quadrilateral. In the previous chapter, we have drawn quadrilateral as a rough figure, free hand drawing, isn't it? നമ്മൾ പാരലോഗ്രാം വരച്ചപ്പം ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിലൊക്കെയാണ് നമ്മൾ ചെയ്തത്. സ്കെയിൽ ഉപയോഗിച്ചു, പക്ഷേ എക്സാക്ട് മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ടാണോ? നോ, ഇറ്റ്സ് ഇൻ ഇറ്റ്. വി യൂസ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എനഫ് ബിക്കോസ് ഫോർ ദ സേക്ക് ഓഫ് ദ തേർഡ് ചാപ്റ്റർ ദാറ്റ് ഈസ് എനഫ്, ബിക്കോസ് അവിടെ ജോമെട്രിക്ക് പ്രാധാന്യമില്ല. ആൻസർ കണ്ടുപിടിക്കുക, എക്സ് വൈ സെറ്റ് ഒക്കെ കണ്ടുപിടിക്കലാണ്. അത് അവിടെ നമുക്ക് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് മതി, എനഫാണ്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ സ്കെയിൽ വെച്ച് വൃത്തിയായി വരയ്ക്കുക, അതിനെ തന്നെയാണ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്സിൽ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്ന് പറയുന്നത് സ്കെയിൽ വെച്ച് വൃത്തിയായി വരയ്ക്കുക. എപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത്? കറക്റ്റ് മെഷർമെൻറ്റ് ഒക്കെ എടുത്ത് വരയ്ക്കുന്നത്. അപ്പോൾ തേർഡ് ചാപ്റ്ററിന് ഇറ്റ് വാസ് എ തിയററ്റിക്കൽ ചാപ്റ്റർ. വി യൂസ് ടു കാൽക്കുലേറ്റ് എക്സ് വൈ സെറ്റ്, സോ ദാറ്റ് വാസ് എനഫ്. But in this chapter, we are going to construct a quadrilateral by taking the proper measurement. So in this chapter, we are going to construct different kinds of quadrilateral by taking proper measurement. Okay, so you have to be much accurate in this chapter. You have to be alert. When you are taking some measurement in scale, you have to be alert. And let me add one more thing. You are supposed to use an instrument box. Okay, if you are not having any instrument box with you right now, only you just arrange a protractor and a compass and a scale and a pencil and rubber. This is enough, but you must do that. And that means I will check your notebook whether you have drawn by using these instruments or not.
Suppose if you are not using this kind of instruments while sending notes, then I will call you. So do not go to that much extreme. Please use this kind of instruments like protractor, scale, compass, pencil, eraser, everything. And while you are sending notes, it should be sharp and exact according to the question. Okay, ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിൽ ആരും എനിക്ക് നോട്ട് വിടണ്ട, ഞാൻ തിരിച്ചയക്കും, നിങ്ങളുടെ പാരൻസിന് വിളിക്കും. ഓക്കെ, സോ പറയുന്ന എൻ്റെ പേര് ഷിബിൻ എന്നാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ, so please use instruments. And so shall we start, without much introduction and all, I'm going to start the first exercise, that is enough. So let me start exercise 4.1. Shall we? Yes, come with me. Come with me in the sense you have to arrange this compass, everything, and come with me, then only you will get understood. Okay, see, we are going to start exercise 4.1 from practical geometry, first exercise. Let me tell you one thing. I'm going to leave the first sub question from question number 1. We are going to focus second sub question, third sub question, and fourth sub question. That means we are going to solve second, third, fourth sub question. And let me tell you one thing, which all question I am leaving, you can also leave the same question, because see, first question I have I am going to leave. Why? Because second sub question is just same as first sub question. So what is the need of solving both question? Because both question are in the exact pattern. So let me start from second sub question. Okay, so I promise I will not leave any important question for you. Are you following me? So let me write that question. Quadrilateral JUMP. You are not supposed to read it as GEM. To make the question as interesting, they have given this kind of name, this kind of name for that. So you can read it as quadrilateral JUMP. With JU is equal to 3.5 cm, UM is equal to 4 cm, MP is equal to 5 cm, PJ is equal to 4.5 cm, PU is equal to 6.5 cm. So I have written this name question here. Construct a quadrilateral JUMP. JU is equal to 3.5 cm, UM is equal to 4 cm, MP is equal to 5 cm, PJ is equal to 4.5 cm, and PU is equal to 6.5 cm. This is the question, and I am going to construct this quadrilateral. So in order to construct, so what I am going to do, I am going to construct. That means I am going for a construction. So before construct it, let me draw a rough figure here. Free hand drawing, no need to use any scale or something like that. Just free hand drawing. Just draw a rough figure. According to that rough figure, we are going to construct it. Okay, so GEM is the quadrilateral, no? So let me draw a quadrilateral. Okay, it can symbol, it can be a parallelogram, it can be a rectangle. We don't know anything about that. So just draw a quadrilateral. Okay, it can be any type. Okay, and what is the name? JUMP. Write that name properly. Just after J, U. So first let me start from J, and just after J, U, then MP. JUMP. Are you following me? See, അല്ലാണ്ട് ജെ കഴിഞ്ഞിട്ട് നിങ്ങൾ എം മാർക്ക് ചെയ്യരുത്, ജെ കഴിഞ്ഞിട്ട് പി മാർക്ക് ചെയ്യരുത്, ജെ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വെർട്ടെക്സ് യു ആയിരിക്കണം. സപ്പോസ് ഇവിടെ നിങ്ങൾ ജെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് യു മാർക്ക് ചെയ്യാം, നോ പ്രോബ്ലം. ജെയിൻ്റെ തൊട്ട് അടുത്ത അഡ്ജസൻ്റായി കിടക്കുന്നത്, so you may understood the first step. So before going to the construction, you are supposed to draw a rough figure to get a better clarity. So its name is JUMP. So if you are writing J here, okay, if you are writing J here, first vertex, if you are writing here, the second vertex is U. That can be here or that can be here, but that U cannot be here. Why? Because J ന്റെ തൊട്ടടുത്ത അഡ്ജസൻറ്റ് വെർട്ടിക്സ് ആയിരിക്കണം U. അപ്പോൾ ഇത് ഈ ജെയിനെ അപേക്ഷിച്ചിടത്തോളം ഈ വെർട്ടെക്സ് അഡ്ജസൻ്റ് ആണ്, യു എന്ന് പറയുന്നത് അഡ്ജസൻ്റ് ആണ്. അപ്പം സോറി, ഈ വെർട്ടെക്സും അഡ്ജസൻ്റ് ആണ്, ഈ വെർട്ടെക്സും അഡ്ജസൻ്റ് ആണ്. എന്ത് ജെ നിങ്ങൾ എവിടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെയിൻ്റെ അടുത്തിരിക്കുന്ന വെർട്ടെക്സ് ആണ് ഇതും ഇതും. അതുകൊണ്ട് ഈ യു എന്ന് പറയുന്നത് ഇവിടെ ആവാം, ഇവിടെ ആവാം. ഇവിടെ ആണെങ്കിൽ യു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എം കഴിഞ്ഞിട്ട് പി, അങ്ങനെ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം നിങ്ങൾ എപ്പോഴും, അല്ലെങ്കിൽ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ തെറ്റിപ്പോവും. I think it is very clear for you, isn't it? So let me mark the distances. See, what is JU? J is equal to 3.5 cm. See, JU is equal to 3.5 cm. And what is UM? UM is equal to 4 cm, it is given. And what is MP? MP is equal to 5 cm, it is given. What is PJ? PJ is given as 4.5 cm. And PU also given. What is PU? See, this is PU. That PU is given as what? 6.5 cm. So it is given, JU in the question it is given as 3.5, UM it is given as 4, MP it is given as 5, PJ it is given as 4.5, and PU, one diagonal also given as 6.5. So you can ask me, why sir they have given a diagonal? I will give you the exact answer for that. Why they have given a diagonal, you will get understood that. Are you following me? Okay. While we are constructing, you will get understood that. Okay. So
this is the rough figure we are going to construct it. So I'm going to start from the base, which is base is JU with the length 3.5 centimeter. So you are supposed to you take your scale and take 3.5 centimeter in scale and mark it as JU. Why? Because let me start from the base JU. JU is a line segment with the length 3.5 centimeter. So just take your scale and take 3.5 centimeter in your scale and just draw a line with a 3.5 centimeter. You know how you can take 3.5 centimeter? See, I think you can see this scale no properly, but I think measurement is not clear. See, you have to start from this end point, okay, and see, this is 3. See, this is 3 and this is 4. So in between one line is there, no, a big line. This 3 is a big line and 4 also a big line. In between one a big line is there, that is what is 3.5. So in between 3 inde 4 inde edakku correct nadukayittu കാണുന്ന ലൈനാണ് 3.5. So I starting മുതൽ അവിടെ വരെ വരയ്ക്കുന്നതായിരിക്കണം എന്ത് 3.5. So just draw a line with a length 3.5 centimeter and mark it as JU. Okay. See, I have drawn a line JU with a length 3.5 centimeter, exact 3.5 centimeter. You may understood. Okay. And then what is the next step? Can you tell me? From U, take 4 centimeter and mark it as M. From U, take 4 centimeter and mark it as M. From U, you are supposed to take a 4 centimeter and you may understood. From U, no, not like that. നിങ്ങൾക്ക് see, നിങ്ങൾ അവിടെ നിന്ന് ഞാൻ പറയാം, ഇതാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. From you just take 4 centimeter and just take 4 centimeter. ഓക്കെ, യുവിൽ നിന്നും ഒരു 4 സെൻറ്റിമീറ്റർ എടുക്കുക. കാരണം എന്താ, യുവിൽ നിന്നും മുകളിലോട്ട് എത്ര സെൻറ്റിമീറ്റർ ആണ്? 4 സെൻറ്റിമീറ്റർ ആണല്ലോ. അതുകൊണ്ട് 4 സെൻറ്റിമീറ്റർ എടുക്കുക. എവിടെ എടുക്കണം? സ്കെയിലല്ല എടുക്കേണ്ടത്, കോമ്പസിൽ എടുക്കണം. എങ്ങനെയാണ് കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുക്കുക? ആദ്യം എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്കെയിൽ വളരെ സാവധാനം എടുക്കുക. ഓക്കെ, എന്നിട്ട് സ്കെയിൽ താഴെ വെക്കുക. ഓക്കെ, എന്നിട്ട് സ്കെയിലിൻ്റെ ഈ അറ്റത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് സ്കെയിലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കോമ്പസിൻ്റെ പിന്ന് കുത്തുക. നമുക്ക് എത്ര വേണ്ടത്? 4 അല്ലേ? എന്നിട്ട് നിങ്ങളുടെ പെൻസിലിൻ്റെ അറ്റം ഇല്ലേ, അതായത് കോമ്പസിൻ്റെ അടുത്തുള്ള പെൻസിലിൻ്റെ അറ്റം അതെവിടെ വരുത്തുക? 4ൽ വരുത്തുക. അപ്പം ഈ ലെങ്ത് എത്രയാവും? 4 സെൻറ്റിമീറ്റർ ആവും. എങ്ങനെ? ആദ്യം സ്കെയിലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ പോയിൻ്റ് ഇത് കുത്തുക. അതിനുശേഷം നിങ്ങളുടെ ഈ പെൻസിലിൻ്റെ അറ്റം എന്താണ്? 4 നമുക്ക് 4 അല്ലേ വേണ്ടത്, 4ൽ കൊണ്ടുവരിക. അപ്പോൾ എന്താവും? നിങ്ങൾക്ക് ഈ എടുക്കുന്ന ഇപ്പോൾ ഈ ലെങ്ത് ഇല്ലേ, എൻ്റെ കോമ്പസുള്ള ലെങ്ത്, അതായിരിക്കും 4 സെൻറ്റിമീറ്റർ. ആ 4 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം നിങ്ങൾ യുവിൽ പോയിൻ്റ് ചെയ്തിട്ട്, യുവിൽ നിന്നാണല്ലോ വരയ്ക്കേണ്ടത്. നിങ്ങൾ നോക്കി, എവിടെ നിന്നാണ് വരയ്ക്കേണ്ടത്? യുവിൽ നിന്നാണ്. യുവിൽ നിന്നാണ് 4 സെൻറ്റിമീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ യുവിൽ പോയിൻ്റ് ചെയ്തിട്ട്, ഓക്കെ, യുവിൽ ഇങ്ങനെ പിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു ആർക്ക് വരയ്ക്കുക. ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. ഫോളോ, ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പം ആ വരച്ച ആർക്കിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ. ഓക്കെ, വെയിറ്റ്, ലെറ്റ് മീ ഡ്രോ. എനിക്കൊരു കയ്യിൽ പിടിച്ച് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വരച്ചിട്ട് നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ വരയ്ക്കേണ്ട എങ്ങനെയാണെന്നല്ലോ അല്ലേ? So I have take the measurement. It is sharp 4 centimeter and let me draw an arc like this. We just draw an arc. And you have drawn an arc. But what is the problem? ഈ ആർക്കിൽ എവിടെയുമാകാം എം. ഈ ആർക്കിൽ എവിടെ നിങ്ങൾ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിൻ്റ് യുവിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തെന്ന് വിചാരിച്ചോ, അത് യുവിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഉദാഹരണത്തിന് ഇവിടെയാണ് നിങ്ങൾ ഒരു പോയിൻ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിക്കോളൂ, അത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. നോക്കിക്കോളൂ, നോക്കട്ടെ, സ്കെയിൽ വെച്ച് അളക്കുമ്പോൾ അത് ഷാർപ്പ് 4 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഈ ആർക്കിൽ എവിടെ വേണമെങ്കിലും ആ പോയിൻ്റ് ആവാം. ഏത് പോയിൻ്റ്? ഈ എം ആവാം. ഈ എം എന്ന് പറയുന്ന പോയിൻ്റ് ഈ ആർക്കിൽ എവിടെ വേണമെങ്കിലും ആവാം. കാരണം എന്താ? ആ യുവിൽ നിന്നും ആർക്കിൽ എവിടെയാണെങ്കിലും അത് എത്രയായിരിക്കും? ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഈ ആർക്ക് വരച്ചത്. ഇപ്പോൾ ഈ ആർക്കിൽ എവിടെ വേണമെങ്കിലും എന്താവാം? എം ആകാം. കാരണം നമുക്കിനി അടയാളപ്പെടുത്തുന്നത് എം അല്ലേ? ജെയും യു ആയി.
ഇനി എം ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ എം എവിടെ വേണമെങ്കിലും ആവാം, ഈ ആർക്കിൽ എവിടെ വേണമെങ്കിലും ആവാം. പക്ഷേ അത് എവിടെയായിരിക്കും, എവിടെ വേണമെങ്കിലും അടയാളപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും കിട്ടേണ്ട ഫിഗർ ഒന്ന് തന്നെയായിരിക്കണം. ചിലപ്പോൾ ഒരാൾ ഇവിടെ അടയാളപ്പെടുത്തി, ഇവിടെ അടയാളപ്പെടുത്തി, ചിലർ ഇവിടെ അടയാളപ്പെടുത്തും. അപ്പോൾ അങ്ങനെ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനൊരു കോമൺ മെത്തേഡ് വേണം. അപ്പം കോമൺ മെത്തേഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ആർക്ക് വരച്ചിട്ട് നിങ്ങൾ അവിടെ ഹോൾഡ് ചെയ്യുക. ആർക്ക് അവിടെ വരച്ച് വെച്ചേക്കുക. കാരണം ഒരു സ്പെസിഫിക് പോയിന്റ് നമുക്ക് ഇപ്പം കിട്ടാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അവിടെ ഹോൾഡ് ചെയ്തേക്കുക. എന്തുകൊണ്ടാണ് ആ സ്പെസിഫിക് പോയിന്റ് കിട്ടാത്തത് എന്നുള്ള റീസൺ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണെന്നറിയോ, നമുക്ക് യുവിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളൊരു ഒറ്റ ഒരു ആർക്ക് മാത്രം വരച്ച് നിൽക്കേണ്ട ഒരവസ്ഥ വന്നത്. എന്തുകൊണ്ടാണ് സ്പെസിഫിക് പോയിന്റ് കിട്ടാത്തത്, ഇവിടെ എവിടെയാണ് എം മാർക്ക് ചെയ്യേണ്ടത് എന്ന് കറക്റ്റ് അറിയാത്തത് എന്നുള്ള റീസൺ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്താണ് ഇപ്പോൾ പറയാൻ പോകുന്നത്, എം ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. അതിനുള്ളൊരു സെറ്റപ്പ് ചെയ്തു വെച്ചു. ഇനി ഞാൻ എന്ത് മാർക്ക് ചെയ്യുന്നു, പിയിലോട്ട് കിടക്കുന്നു. പീൻ്റെ പ്രത്യേകത എന്താ, ജെയിൽ നിന്നും 4.5 സെൻറ്റിമീറ്റർ അകലത്തിലാണ് പി. ജെയിൽ നിന്നും എവിടെ നിന്നും ജെയിൽ നിന്നും ഇതാ, അതിനാണ് റഫ് ഫിഗർ ഉപയോഗിക്കുന്നത്. റഫ് ഫിഗർ നോക്കി എല്ലാം ക്ലിയർ ആണ്. പീൻ്റെ പോയിൻ്റ് പ്രത്യേകത എന്താ, പി എന്ന് പറയുന്ന പോയിന്റ് ജെയിൽ നിന്നും 4.5 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. ജെയിൽ നിന്നും 4.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ ജെയിൽ നിന്നും ഒരു 4.5 സെൻറ്റിമീറ്റർ എടുത്ത് ഒരു ആർക്ക് വരയ്ക്കാൻ പോവാണ്. ആർ യു ഫോളോയിങ് മീ? ഓക്കെ. സോ വാട്ട് യു ഹാവ് ടു ഡു, just take your compass and by using your scale, place your scale, and using your scale you have to take a length of 4.5 centimeter in your compass and point at J, just draw an arc. Similarly, same which method we followed here, same method. Okay, only what will change, this measurement will change. Okay, so I take the measurement. This is what is 4.5 and point at J. Don't forget, point at J. Just point at J and draw an arc like this. I think it is very clear. Okay. അപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ ആസ്ക് മീ എ ക്വസ്റ്റ്യൻ. സോ പി എന്ന് പറയുന്ന പോയിന്റ് ഈ ആർക്കിൽ എവിടെ വേണമെങ്കിലും ആയിക്കൂടെ? അപ്പോൾ ഇവിടത്തെ പോലത്തെ ഒരു പ്രോബ്ലം ഇവിടെയും വന്നില്ലേ? അല്ലേ? പി ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ആ പി എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെ വേണമെങ്കിലും ആയിക്കൂടെ? അതിനൊരു ഉത്തരവുണ്ട്. അത് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണെന്നറിയാം നിങ്ങൾക്ക്? നിങ്ങൾ നോക്കി, യുവിൽ നിന്നും പിയിലോട്ടുള്ള എത്ര ഡിസ്റ്റൻസാണ്? 6.5. യുവിൽ നിന്നും പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എന്താണ്? 6.5. ഐ റിപ്പീറ്റ്, ഫ്രം യു ടു പി ദ ഡിസ്റ്റൻസ് ഈസ് 6.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ കോമ്പസിൽ നേരത്തെ എടുത്ത പോലെ സ്കെയിലിൽ എന്ത് ചെയ്യുക, 6.5 എടുക്കുക. 6 നിങ്ങളുടെ സ്കെയിൽ വെച്ചിട്ട് കോമ്പസിൽ 6.5 ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, യുവിൽ നിന്നും, കാരണം എന്താ, ഫിഗർ നോക്കി, യുവിൽ നിന്നും പിയിലോട്ടുള്ള അകലാണ് 6.5. അപ്പോൾ യുവിൽ നിന്നും എന്ത് ചെയ്യും, നമ്മൾ പി കാണാൻ വേണ്ടിയിട്ട് വരച്ച ഒരു ആർക്കില്ലേ, അത് ഇതാണല്ലോ. ആ ആർക്കിലോട്ട് യുവിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ഫിഗർ നോക്കാം. നമ്മൾ ചെയ്തത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഐ ഹാവ് ഡ്രോൺ ജെ യു ഫസ്റ്റ് വിത്ത് ലെങ്ത് 3. ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണരുത്. ജെ യു വരച്ചു 3.5 സെൻറ്റിമീറ്റർ വിത്തൗട്ട് എനി ഡൗട്ട്. ഇനി യുവിൽ നിന്നും എമ്മിലോട്ടുള്ള ഡിസ്റ്റൻസ് 4 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, യുവിൽ നിന്നും ഒരു 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചു. അപ്പോൾ എനിക്ക് പോയിന്റ് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് എവിടെ വേണമെങ്കിലും ആവാം. അപ്പോൾ ഞാൻ അവിടെ വെച്ചു. ബാക്കി പീനെ പറ്റി ചിന്തിച്ചു. ജെയിൽ നിന്ന് പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര? 4.5. അപ്പോൾ ജെയിൽ നിന്നും ഞാനൊരു 4.5 എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചു. ഇനി ഞാൻ നോക്കി, ഒരു മെഷർമെൻറ്റും കൂടെ തന്നിട്ടുണ്ട്. ഒരേ ഒരു മെഷർമെൻറ്റും കൂടെ തന്നിട്ടുണ്ട്. എന്താ അത്? യുവിൽ നിന്നും പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6.5. ടെൽ മീ, യുവിൽ നിന്നും പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? 6.5. ആർ യു ഫോളോയിങ്? യുവിൽ നിന്ന് പിയിലോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കോമ്പസിൽ 6.5 എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, 6.5 എടുക്കണം. എന്നിട്ട് യുവിൽ നിന്നും പി കാണാൻ വേണ്ടി നേരത്തെ വരച്ച ആർക്കില്ലേ, അതിലോട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ കാണിച്ചു തരാം. This is what is 6.5. So you have to point at U, don't forget, and draw an arc. So what will happen? Can you tell me what happened? Here these two arcs intersected and there we got a point at the point, and this point is known as point of intersection. When we have drawn first arc and from U I have drawn the second arc and both arcs are intersecting here at this point, and that point you can mark it as P. I think it is clear. And now we located P, no, without any doubt, and just join P and J now. Just join P and J. Now just see, I got the point P. Any problem? I got the point P. So J is with me, U is with me, P is with me. I have constructed the vertex J, U and P. Then what is remaining? Then only one vertex is remaining. M is remaining. So now we just see, യുവിൽ നിന്നും 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഞാനൊരു ആർക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ യുവിൽ നിന്നുള്ള റോള് കഴിഞ്ഞു. ഇനി നോക്കിയേ, ഒരു മെഷറും കൂടെ തന്നിട്ടുണ്ട്.
പിയിൽ നിന്നും ആ എമ്മിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 5 ആണ്. പിയിൽ നിന്നും ആ എമ്മിലോട്ടുള്ള ഡിസ്റ്റൻസും കൂടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 5 ആണ്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? പി കിട്ടി. ആദ്യം നമുക്ക് പി കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇപ്പം പി വരച്ചത്. ഇനി പി കിട്ടിയല്ലോ നമുക്ക്. ഇനി ആ പിയിൽ നിന്നും എത്ര സെൻറ്റിമീറ്റർ എടുക്കുക? കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുക്കുക. കോമ്പസിൽ സ്കെയിൽ ഉപയോഗിച്ച് 5 സെൻറ്റിമീറ്റർ എടുത്ത് എവിടെ നിന്ന് വരയ്ക്കുക? പിയിൽ നിന്നും, അതായത് നമ്മുടെ ഈ പിയിൽ നിന്നും 5 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം പിയിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ കണ്ടോളൂ. So I have take 5 centimeter in my 5 centimeter in my compass, and you are supposed to point at P and draw an arc, isn't it? Okay, just point at P and draw an arc with the length 5 centimeter, and see the magic. Here also this first arc and this arcs are intersecting. So just mark the point as M. So we located M also, and suppose നമ്മൾ പി മാർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ എം നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. പി മാർക്ക് ചെയ്തെങ്കിൽ മാത്രമല്ലേ പിയിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്തെങ്കിൽ മാത്രമല്ലേ പിയിൽ പോയിന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരച്ച്, ഇങ്ങനെ ആദ്യത്തെ ആർക്ക് വരച്ചതിന് ശേഷം പിന്നെ പി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തത്. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? പിയും യുവും തമ്മിലൊരു പിയും യുവും തമ്മിൽ ഇങ്ങോട്ടൊരു ലൈൻ ഉണ്ടല്ലോ, അതങ്ങ് വരച്ചേക്കുക. അത് ഡോട്ടഡ് ലൈൻസ് ഇട്ട് വരച്ചാൽ മതി, കാരണം അത് കോട്ടിലായിട്ടുള്ള സൈഡ് അല്ലല്ലോ അവർ. അപ്പോൾ എന്തിനായിരിക്കും നിങ്ങൾ ആ 6? ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തുകൊണ്ടായിരിക്കും അവർ ഈ ഡയഗണൽ തന്നത്? കാരണം ഈ ഒരു ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് മാത്രം തന്നതുകൊണ്ട് ഒരു ആർക്ക് മാത്രം വരയ്ക്കാനേ നമുക്ക് പറ്റുള്ളൂ. ആ ആർക്കിൽ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡയഗണലും കൂടെ ആവശ്യമാണ്. അതിനാണ് അവർ ആ ഡയഗണൽ തന്നത്. I think it is very clear. I am not going to explain again and again, and just by using your scale join all these vertices P, M and MU. ഇതാണ് this is your quadrilateral JUMP. Okay, we have construction completed, and if you have any doubt you can check whether all the sides are in this exact measurement or not. വാട്ട് ഈസ് JU ഓൾറെഡി നമ്മൾ എടുത്തിട്ടാണ് വരച്ചത്. ഇനി MP ഒന്ന് അടയാളപ്പെടുത്തി നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ MP 5 സെൻറ്റിമീറ്റർ ആണോ എന്നൊന്ന് മെഷർ ചെയ്ത് നോക്കി. MPC തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ. അതാ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. MP എന്ന് പറയുന്ന മെഷർമെൻറ്റ് ഞാൻ മാർക്ക് ചെയ്തപ്പോൾ എടുത്തപ്പോൾ നോക്കി എത്രയാണ് കിട്ടിയത്? ഷാർപ്പ്. It is very sharp result. I have got 5 centimeter. That means I got MP. The length MP as 5 centimeter. See, there it should be sharp. And measure PJ. See, when I am measuring PJ, it is 4.5 exactly to 4.5. If you have any doubts, just see. നിങ്ങളുടെ മുമ്പിൽ കാണുന്നതാണ്. ഇവിടെ 1 2 3 4 ഇവിടെ 4.5 കറക്റ്റ് വന്നു. അങ്ങനെ എല്ലാ മെഷർമെൻറ്റും കറക്റ്റ് ആയിരിക്കും, എക്സാക്റ്റ് ആയിരിക്കും. That is the benefit of this construction. Okay, I think it is very very interesting and very helpful, isn't it? So you may understood this construction, and you may think that since this construction is very simple, no need of any practice and all. Please don't do that. Please practice twice and just understand the method, because we are going to construct different kinds of question, not by using the same method. All the methods should be different. അപ്പോൾ ഈ മെത്തേഡൊക്കെ ഡൈജസ്റ്റ് ആവണമെങ്കിൽ 2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? in order to go for a construction, what will be the first step? We are supposed to draw a rough figure, because by seeing that rough figure we will get an idea. Okay, by making that idea you can construct it. So shall we go to the very next question? Come with me. See, let me remind you one thing. ഞാൻ വൃത്തിയായി വരച്ചതിന് ശേഷമാണ് നിങ്ങളോട് വൃത്തിയായി വരയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ കോമ്പസും സ്കെയിലൊക്കെ ഉപയോഗിച്ച് വളരെ പണിപ്പെട്ട് വരയ്ക്കുന്നത്. കാരണം ഞാൻ വൃത്തിയായി ചെയ്യുമ്പോൾ നിങ്ങളത് വൃത്തിയായി ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരലോഗ്രാം MORE. ആൻഡ് you know this first and second sub question were quadrilaterals. It can be any quadrilateral, general quadrilateral, but third question is specific, parallelogram MORE. You may understand the difference. It was a quadrilateral. So we don't know what type of quadrilateral it can be. It is a general quadrilateral. It is a polygon with the 4 sides, that much only. But third question is specific. The quadrilateral name is specific. That is the specialty of this question. Parallelogram MORE. OR is given, RE is given, EO is given. We have to construct it. Third sub question. Okay, and I have write the question here. Parallelogram MORE. And you must check the question twice. OR is equal to 6 cm, RE is equal to 4.5 cm, EO is equal to 7.5 cm. Okay, and this is the thing. Okay, so in order to construct it, before going to the construction, what you are supposed to do, you just draw a rough figure at a corner. Okay, corner ചെയ്തതിലെ മൂലയ്ക്കൊണ്ടല്ല, in the paper itself properly just write a side heading rough figure and just draw perfect. Okay,
Since it is a parallelogram, we are supposed to draw like this. Why? Because can you give me a reason for that? ഒരു പാരലോഗ്രാം എന്ന് പറയുമ്പോൾ പാരലോഗ്രാമിൻ്റെ ഷേപ്പിൽ തന്നെ മാക്സിമം വരയ്ക്കുക. ഓക്കെ, മാക്സിമം അങ്ങനെ തന്നെ ചെയ്യുക നിങ്ങൾ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ നെയിം? MORE. സോ MORE. MORE. Okay, see, I think it is clear. And what is the first thing given? OR is given as 6 centimeter. OR is given as 6 centimeter. Then RE is given as 4.5. RE is given as what? 4.5. Then EO, that means this is the EO. That EO is given as 7.5 centimeter. OR is given as 6, RE is given as 4.5, and EO is given as 7.5. And now you can ask me a doubt, sir, only 3 sides are given, sir, and 2 sides and 1 triangle is given, sir. So how we can construct it? Because we need some sufficient sides at least. No problem. What is the need of tension? What is the specialty of a parallelogram? Opposite sides are equal. How I can apply that property here? Because its name is specific. Suppose it's a quadrilateral, suppose it is just a quadrilateral, I cannot use any property, but in the question it is saying that it's a parallelogram, so I can easily use the property of a parallelogram here. I repeat, if it is a quadrilateral you cannot use. Since it's a parallelogram, you can use all the property of a parallelogram. What is the specialty of a parallelogram? Opposite sides are equal. That means if it is 4.5, it also should be what? 4.5. And if it is 6, it also should be what? 6. Now we got all the sides now, isn't it? See how simple this question is. Only 3 sides are given. Only 3 sides were given, but we know that opposite sides are equal. So by using that property of parallelogram, since it is a parallelogram, I repeat, since it is a parallelogram, opposite sides are equal. So in that way we find out all the sides. Now it is a time to construct. So which is the first step to construct? Draw a line MO with 4.5 centimeter length. So I have drawn a line MO with 4.5 centimeter. Let me tell you one thing. I am using a sketch pen, but you are not supposed to use that. You are not supposed to use that. You are supposed to use pencil. Okay, the construction should be in pencil. You are not supposed to use pen and all. Why I am doing like this? Because in order to get the better clarity in the video, that's why I am using this one. Okay, so I have drawn a line MO with length 4.5 centimeter. It is very sharp. And now we just see. Now M and O I got, and just after M and O, the next vertex is R. From O to R, what is the length? 6 centimeter. From O to R, what is the length? 6 centimeter. So just use your scale and take 6 centimeter by using your compass, and point at O, draw an arc. Shall we? Yes. So point at O, I have taken 6 centimeter. Just point at O, and by using that length 6 centimeter, do not move the compass. No, once you take the distance, you have to maintain the compass the distance are same, because if your compass is loose, just tighten it by using a screwdriver. And because once you take length, you are not supposed to change it. No, so no, see, just draw an arc. So R can be where? R can be anywhere on this arc. R can be the point. R can be anywhere on this arc. But ഇനി ആറ് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ എന്തും കൂടെ തരണമായിരുന്നു? എമ്മിൽ നിന്നും ആറിലോട്ടൊരു ഡിസ്റ്റൻസും കൂടെ തരണമായിരുന്നു. എമ്മിൽ നിന്നും ആറിലോട്ടൊരു ഡിസ്റ്റൻസും കൂടെ തന്നായിരുന്നെങ്കിൽ നമുക്ക് ഈ ആർക്കിനെ കട്ട് ചെയ്യാമായിരുന്നു അല്ലേ? എമ്മിൽ നിന്ന് ഒരു ആർക്ക് വരച്ചിട്ട് എമ്മിൽ നിന്ന് ഒരു ആർക്ക് വരച്ച് കട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ എമ്മിൽ നിന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ? ഇല്ല. അതൊന്നും നമ്മൾ അവിടെ നിർത്താം, നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ. ഓക്കെ, ഇനി സപ്പോസ് ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എമ്മിൽ നിന്നും ആറിലോട്ടുള്ള ഡിസ്റ്റൻസ് തന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ആർക്ക് വരച്ചതിന് ശേഷം എമ്മിൽ നിന്നും അത് എത്രയാണോ ലെങ്ത്ത്, ആ ലെങ്ത്തിൽ കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ ആർക്ക് കട്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? 6 മാർക്ക് ചെയ്യാം. According to the question, you have to think. Okay, and since I am not having much that length, so I am going to stop here. Let me think about the next vertex. What is that? E. So what is the specialty of E? The vertex E is a distance 6 centimeter from M. So just take 6 centimeter in your compass, and from M, by using that 6 centimeter, draw an arc. So just takes, by using that 6 centimeter, I'm going to draw an arc. So point where that point E can be. E can be anywhere on this arc. So how we can specify that point?
So from O to E the distance is given. From O to E what is the distance? 7.5. So I'm going to draw an arc from O to E by using a length 7.5 centimeter. See, I have taken 7.5 centimeter. So so you have to point at a O. See, just see this rough figure. According to that, you have to do from O to E 7.5 centimeters. So from O to this arc, which is the first arc you have constructed for in order to specify the point E. Towards that arc from O, you have to draw an arc with the length 7.5 centimeter, and there you can see the magic. There you got an intersecting point. You can mark there it as what? E. You may understood. Okay, and just take your scale, and now it is a time to join M, E and EO. So I have joined that ME and EO since it is diagonal by using dotted lines. That is sufficient. And now we just see from now I have located E now. So the position of E is exact now. So from E to R, what is the length? 4.5 centimeter. Is it? അപ്പോൾ നമുക്ക് എമ്മും ഓയും ഇയും കിട്ടി. ഇനി ആറാണ് കിട്ടാനുള്ളത്. ഇനി നമുക്ക് ആറ് വരയ്ക്കാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ 6 സെൻറ്റിമീറ്റർ വരച്ചിട്ട് ഒരു ആർക്ക് വരച്ചിട്ടുണ്ട്. ആ ആർക്ക് കട്ട് ചെയ്യാനെങ്കിൽ എന്ത് കിട്ടണമായിരുന്നു? ഇയിൽ നിന്നുള്ളൊരു ഡിസ്റ്റൻസ് കിട്ടണമായിരുന്നു അല്ലേ? ആ ഇ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓയിൽ നിന്നും നമ്മളൊരു 6 സെൻറ്റിമീറ്റർ എടുത്ത് ഒരു 6 സെൻറ്റിമീറ്റർ എടുത്ത് ഒരു ആർക്ക് വരച്ചു. ആ ആർക്കാണ് ഈ കിടക്കുന്നത്. അവിടെ എവിടെ വേണമെങ്കിലും 6 ആവാം. 6ൻ്റെ പോയിൻ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ പിന്നെയുള്ള നിവൃത്തി ഇയിൽ നിന്നുള്ള 4.5 സെൻറ്റിമീറ്റർ വരയ്ക്കണം. പക്ഷേ ഈ നമുക്കില്ലായിരുന്നു നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് ഞാൻ ഈ ലൊക്കേറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഉണ്ട് എൻ്റെ അടുത്ത്. എന്നിട്ട് ഇയിൽ നിന്നും ഇനി എത്ര സെൻറ്റിമീറ്റർ എടുക്കുക? 4.5 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. അത് ഇനിയും സ്കെയിൽ കൊണ്ട് എടുക്കേണ്ട കാര്യമില്ല. അതായത് എമ്മിൽ നിന്നും ഓ വരെ നമ്മൾ ഓൾറെഡി 4.5 സെൻറ്റിമീറ്റർ ആദ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എമ്മിൽ നിന്ന് ഓ വരെ കോമ്പസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ ഇങ്ങനെ. Because that is 4.5 centimeter, no? And I am going to draw the same distance here because this is also 4.5 centimeter. You may understood. So നിങ്ങളുടെ കോമ്പസ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുക. അതിന് നിങ്ങൾ ഈ ഓയിലോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. എമ്മോ അഡ്ജസ്റ്റ് ചെയ്യുക. So that is what is 4.5 centimeter because we have to save time now in exam. So that is what 4.5 centimeter. Point at E, just draw an arc. And here that is intersected and point R. Mark it as R by using scale. Join ER and RO. That will be your parallelogram. And this is your parallelogram. MORE. I think it is very clear. This is your parallelogram MORE. Okay. If you have any doubt, you can measure the sides. And let me tell you, just write the sides here. ഇതിൻ്റെ ലെങ്ത്തൊക്കെ ഇതുപോലെ നമ്മൾ എഴുതി വെച്ചില്ലേ ഇത് ലെങ്ത്തൊക്കെ അതൊക്കെ ഇവിടെ ഒന്ന് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. And this is your parallelogram we have constructed. And shall we go to the next one? That is a rhombus. See the next question. What is the specialty of next question? It is a rhombus. Fourth sub question is rhombus. No, rhombus BEST. Okay. So shall we draw that rhombus BEST? What is the specialty of rhombus? Rhombus is a parallelogram with all sides are equal. You know, in this chapter we are going to recall all the concept which we learned in the previous chapter. And one student, that students learned the previous chapter well, they can easily recall all the things. Okay. So rhombus is a parallelogram with all sides are equal. So let me draw a rough figure, and I have written the question here, and now it is the time to draw a rough figure and rhombus. What is the specialty of rhombus? It's a parallelogram with all sides are equal. So rough figure also you have to draw in that way. Okay, it can be free hand drawing, no problem, but ഒരു റോംബസ് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ വരയ്ക്കുക കേട്ടോ. സോ BEST, what is the first thing given? B is given as what? 4.5 centimeter. And what is the second thing given? ET is given as what? 6 centimeter. ET is given. See, BE is given and ET also given. So in this question, this is the only two things given. One is a side and another is a diagonal. These are the only two things given in the question, BEST. And you can ask me a question. So only two things are given. How we can draw the figure? How we can construct it? So very simple. What is the specialty of a rhombus? All sides are equal. Rhombus is a parallelogram with all sides are equal. If one side is 4.5, all the sides should be what? 4.5. Is it correct? If one side is 4.5, all the sides should be 4.5.
Now we got all the sides, no? Can we construct it? Yes. So how you know that if one side is 4.5, all the sides are 4.5? Because it's a rhombus. Maybe the property of a rhombus is all sides are equal. You may understood. And shall we construct it? Okay. So we are going to construct. And shall we construct it? Yes. See, so I'm not going to use, for this question, I'm not going to use the scale and pencil and compass because, but you, നിങ്ങൾ എന്തായാലും കോമ്പസും പെൻസിലും വെച്ചേ വരയ്ക്കാവുള്ളൂ. നിങ്ങൾക്കത് രണ്ട് ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായതുകൊണ്ട് സമയം ലാഭിക്കുന്നതിന് വേണ്ടി ഞാൻ വെറുതെ വരയ്ക്കുന്നു. പക്ഷേ നിങ്ങൾ കോമ്പസും സ്കെയിലും ഉപയോഗിക്കണം. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ, നോ? എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് സ്കെയിലും കോമ്പസും വരച്ച സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിൽ വരയ്ക്കുന്നു. നിങ്ങളത് മനസ്സിലാക്കി കോമ്പസും സ്കെയിലും വെച്ച് വൃത്തിയായി വരയ്ക്കും. ഓക്കെ. ആൻഡ് first you have to start draw BE, so just draw BE with the length 4.5 centimeter. Use your scale and draw, and from E we located B and E. Then it is a time to locate S. And what is the specialty of S? From E it is 4.5 centimeter long, no? So from just point it, take your compass and take a length of 4.5 centimeter and point at E and draw an arc with a length 4.5 centimeter. So the point S can be anywhere here. We cannot locate it. So now because ഒരു എസ് ലൊക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ ഇൻഫർമേഷൻ തന്നിട്ടില്ല, അപ്പോൾ അടുത്ത എന്തിനെ പറ്റി ആലോചിക്കുക? ടി ആലോചിക്കുക. ടീൻ്റെ പ്രത്യേകത എന്താ? ബിയിൽ നിന്നും ടീയിലോട്ടുള്ള എത്ര ഡിസ്റ്റൻസാണ്? അതെന്താണ്? 4.5. അപ്പോൾ ഇവിടെ എത്രയാണോ ഡിസ്റ്റൻസ് എടുത്തത് അതേ ഡിസ്റ്റൻസ് തന്നെ കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? ബിയിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കുക വിത്ത് ലെങ്ത് 4.5 centimeter. ആൻഡ് ടി ക്യാൻ ബി എനിവെയർ ഓൺ ദിസ് ആർക്ക്. ആൻഡ് ഇൻ ഓർഡർ ടു ലൊക്കേറ്റ് ദാറ്റ് പോയിന്റ് ടി they have given 6 centimeter from E. So take 6 centimeter in your compass. 4.5 alla, take 6 centimeter in your compass and point at E and draw an arc. So point at E, take 6 centimeter and draw an arc. And ആദ്യത്തെ ആർക്ക് ആദ്യം വരച്ച ഈ ആർക്കും ഇപ്പോൾ വരച്ച ഈ ആർക്കും കൂടെ കട്ട് ചെയ്ത് അവിടെ ആയിരിക്കും എന്ത്? ടി. And now we can join these two lines, and we have located T. And from T to S the distance is 4.5. So take 4.5 distance in your compass, point at T and draw an arc. And I can, ഇപ്പോൾ ഞാൻ സ്പീഡിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ടൊക്കെ ജോയിൻ ചെയ്യുക. And this is your parallelogram BEST. I think it is very clear. Those who understood the previous two questions, this question is very easy for them. I think it is very clear, no? So in that way we have discussed this first exercise 4.1 completely. So this is enough for today's session. Practice it twice and learn well. Watch the video without skipping. I think you have watched the video. Adu avasana parante കാര്യമില്ലല്ലോ അല്ലേ? I forgot. And now let me wind up. Please practice well. Thank you. Have a nice day.